ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ ഡേ 4 അല്ലായിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്ത്രീത്വത്തെ അപമാനിക്കരുത്. എന്നെ എന്തെങ്കിലും പറഞ്ഞ സ്ത്രീത്വത്തെ മുഴുവൻ അപമാനിച്ചതാണ്. കേരളത്തിലെ മുഴുവൻ വിധവകളെയാണ് അപമാനിച്ചത്. ഞാൻ നല്ലൊരു ആക്ടറാ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാം അഭിനയമായിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ നിന്റെ സീരിയലും അഭിനയം, നിന്റെ രുദ്രനും ഇന്ദ്രനും ഒക്കെ നീ അവിടെ വെച്ചിട്ടുണ്ട്. കൂർക്കം വലിച്ച് കിടന്നുറങ്ങും, പക്ഷെ അത് ആക്ടിങ് ആണ്. ഞാൻ നിന്നെ തെറി വിളിക്കും, അത് ആക്ടിങ് ആണ്. നീ അങ്ങനെ വിചാരിക്കാവുള്ളൂ. ഓക്കെ, നീ പക്ഷെ ഉലക മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങളെ സിനിമയെ മാത്രമേ അഭിനയിക്കത്തുള്ളൂ. അതെ അതെ, ഞങ്ങള് ലൈഫില് ജീവിതത്തിൽ അഭിനയിക്കുക. അതുകൊണ്ടാ അത് ഇന്നത്തേക്ക് ഉള്ളതായി. രേണുവിനെ കണ്ടോ ഇന്ന്? രേണു കൊന്നു ഉണ്ടോ? മറ്റേ അവളെ കണ്ടോ? അക്ബറിനെ എടുത്തിട്ട് ചാർത്തി. അതെ, പിന്നെ രാവിലെ തന്നെ അല്ലായിരുന്നു. നീ എന്നെ എടാന്ന് വിളിക്കോ? എന്നെ മേലെ എടാന്ന് വിളിക്കും. നീ ആരോടാ എന്നെ എടാന്ന് വിളിക്കുക? നീ എന്റെ വീട്ടിൽ പോയി വിളിച്ചാ മതി. അത് കിട്ടണ്ടായിരുന്നു. എനിക്ക് സത്യത്തില് അക്ബർ അങ്ങ് എന്താ പറയുന്നത്, അങ്ങ് അഗ്രസീവായിട്ടാ സംസാരിച്ചാൽ എനിക്ക് തോന്നിയത്. അതിന് മോശമായിട്ട് അവനെ ആർക്കും വിശ്വാസമില്ല, അതൊരു സത്യം. ഈ ഇതിനിടയ്ക്ക് ചാരികയാണെങ്കിൽ ഷോ കാണിക്കാനായിട്ട് വന്നായിരുന്നു. ഇന്റർവ്യൂ പറഞ്ഞ പോലെ എല്ലാത്തെയും ഇത് ചെയ്യരുത്. അതായത് എനിക്ക് ഇഷ്ടമുള്ള ചെയ്യുന്ന ആള് പറഞ്ഞ അവിടെ അനുമോള് രേണു മിണ്ടാണ്ടിരി, രേണു മിണ്ടാണ്ടിരി, അടങ്ങി രേണു വെളിയിലുള്ള നെഗറ്റീവ്. അതായത് ഞാൻ ഉറങ്ങുന്നത് കാണിച്ച പോലെ അഭിനയിച്ചാണ് ഷാനവാസ് ചുമ്മാ അക്ബറിനോട് പറഞ്ഞതാ. ഉടനെ അത് അങ്ങ് അക്ബർ വലിയ വിഷയമാക്കി അവളുമാരെടുത്ത് കൊണ്ട് കൊടുത്തു. ഈ ഷാനവാസന് നല്ല അഹങ്കാരിയാ, അതൊരു സത്യം. വേറെ സംഭവം നിങ്ങൾ കണ്ടായിരുന്നോ എപ്പിസോഡിനകത്തില്? മറ്റേ അപ്പാനിയും അക്ബറൂടെ പറയുന്നുണ്ട്, മറ്റേ ആർജി ഇല്ലേ, ആർജി ഷാനവാസുമായിട്ട് ഉടക്കിയവള്. അവിടെ അവള് സംസാരം നീ കേട്ടായിരുന്നു, അവളെ സൗണ്ട് നീ കേട്ടായിരുന്നു. ഇവിടെ മറ്റു പെണ്ണുങ്ങൾ അലയ്ക്കുന്ന പോലല്ല. നാളെ ഒരു വിഷയം വരുമ്പോ അവള് നമുക്ക് നേരെ അലയ്ക്കത്തില്ലെന്ന് എന്താ ഉറപ്പെന്ന്? ഇവിടെ പെണ്ണുങ്ങളെ ഒത്തിരി ഇത് ആക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ ഓവറായിട്ട് മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് അല്ലേ? ബിന്നിയെ പറ്റി പറഞ്ഞിട്ട്, ബിന്നി അവള് ഇവിടുത്തെ ഏറ്റവും പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷം ബിന്നിയാണെന്ന്. അവളാണ് കല്ലെടുക്കുന്ന ടാസ്കിനകത്തില് അവളാണ് അവിടെ പറഞ്ഞത് 3 പെണ്ണുങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ. അവൾ ആദ്യം വാദിച്ചത് കിട്ടിയത്. കാരണം ആണുങ്ങളുടെ കൂടെ പോകുമ്പോ അവന്മാര് ഉപദ്രവിക്കുമല്ലേ, അപ്പൊ പെണ്ണുങ്ങളെല്ലാം മാറി നിന്ന് പോകും. അതുകൊണ്ട് അവളുമാര് പറഞ്ഞ് 3 പേരും ഒരുമിച്ച് പോകാതെ. പക്ഷെ അപ്പോഴത്തേക്ക് അവന്മാരങ്ങ് ഇവിടെ പെണ്ണുങ്ങൾ വേറെ കളി, ആണുങ്ങൾ വേറെ കളി, അവളാ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷം എന്നൊക്കെ ആ കിച്ചണി എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കോമഡി ഒരു മറ്റേ നിവിൻ ഇല്ലേ, എന്താ മുടിയുള്ളതേ, നിവിൻ. അവൻ ആ പെണ്ണിന് പറഞ്ഞില്ലേ, നിന്നെ ഡേറ്റ് ഞാൻ വിടത്തില്ല. അത് കോമഡി ആയിരുന്നു. ഇസ്രേലിനെ കേറി മിഷേലെന്ന് വിളിക്കുന്നുണ്ട്, മിഷേൽ. അപ്പൊ മറ്റേ അവള് ജിസേലാണെങ്കിൽ ഡ്രസ്സ് എല്ലാം കൊണ്ടു കൊടുക്കുന്ന ദേഷ്യത്തിന് നിക്കുക. ഡ്രസ്സ് എല്ലാം കൊണ്ടു കൊടുക്കുക. അപ്പൊ ജിസേലിനെ കേറി അവൻ മിഷേലെന്ന് വിളിച്ച്. അങ്ങനെ ഇവൾക്കങ്ങ് ദേഷ്യം വന്നിട്ട് ജിസേലി ചോദിക്കും, താനാരാടോ, കുവിനാണോ, കുവി. അവിടെ അക്ഷരം മാറ്റി വിളിച്ചാൽ അവളെ തിരിച്ചു, താനാരോടോ, കുവിനാണോ, കുവി. പക്ഷെ അവരാണ് നല്ല ഇതാ കാണിക്കുന്നേ ഉള്ളു. പക്ഷെ ഒരു കോമഡി പീസ് തോന്നുള്ളൂ. കോമഡി പീസ് ആണോ അറിയത്തില്ല, ഇപ്പൊ കോമഡി ആയിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ ഡ്രസ് എല്ലാം കൂടെ വന്നപ്പോൾ ആക്രാന്തത്തിന് ഒരെണ്ണം അതിന്റെ മണ്ടയ്ക്ക് വേറൊരു എല്ലാം. സത്യത്തിൽ അവൻ പെണ്ണാണോ? അല്ല അല്ല അല്ല, അവള് പറഞ്ഞടാ നിനക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ നല്ലൊരു ബോയ് ഫ്രണ്ടിനെ റെഡി ആക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു വേണ്ട, ബോയ് ഫ്രണ്ട് എന്തിനാ, എനിക്ക് ഗേൾ ഫ്രണ്ടിനെ മതി. അപ്പൊ അവള് ഞെട്ടി, അങ്ങനെയാണോന്ന്. നാളെ ഇനി അക്ബർ പണിപ്പുരെ പോവോ? മറ്റേ ഒനിയൻ എന്തോ, മറ്റേ ഒനിയനോ, ഒനിലും അവളെ ട്രൈ ചെയ്തോണ്ടിരിക്കുവല്ലേ. അവള് പറഞ്ഞു കേട്ടില്ലായിരുന്നു. ബിഗ് ബോസ് പന്ന ഒരു ഇതാ. ബിഗ് ബോസ് ശരിയല്ല. ബിഗ് ബോസിന്റെ സൗണ്ടും ബിഗ് ബോസിന്റെ സംസാരം ഒന്നും പഴയ രീതി പോലെ ഒരു മാനരസം ഇല്ല.
സാധനങ്ങൾ തിരിച്ചു കൊടുക്കാൻ അത്രയും തവണ പറഞ്ഞപ്പോഴും അതെ അവരാരെങ്കിലും കൊടുത്തോ? അതെ, ഒരു പേടിയില്ല. ഒരു ലാസ്റ്റ് കൊടുക്കാൻ നേരം പിന്നെ പോയി പൗഡർ ഇടുന്ന കണ്ടു. ഗിസേല് ഇപ്പൊ ഉറങ്ങാൻ കിടന്ന് ഫുൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്. അപ്പൊ അനുമോള് വന്ന് ചോദിക്കുന്നുണ്ട്, എടി ഇത്രയും സാധനം കൊടുത്തിട്ടും ഇവിടെ ലിപ്സ്റ്റിക് ഇരിപ്പുണ്ടോ എന്ന്. അവിടെ മുഖത്ത് മേക്കപ്പ് ഇല്ലേലും ലിപ്സ്റ്റിക് ഇല്ലേലും അവളൊന്നും ഇല്ല. അല്ല ഇന്ന് ആ പെമ്പിള്ളാരൊക്കെ കണ്ടോ മുഖം, മേക്കപ്പ് ഇല്ല, തീർന്നു വിടുന്നതല്ല അല്ലേ? അരികയുടെ മുഖം ആ ഞാൻ ഇന്ന് അയ്യോ എന്തോ അവസ്ഥയാ. നീയല്ലേ പറഞ്ഞ ഭയങ്കര വെളുത്ത് വന്ന അവള് കഴിഞ്ഞേ മേക്കപ്പ് അനുവിന്റെ മുഖം കണ്ടു. ഫുൾ ടൈം പൊട്ടിട്ടോണ്ട് നടക്കുന്ന അനുയുടെ മുഖം ഇപ്പൊ കറുത്തിരിക്കും. അനു ഭയങ്കര വെളുത്തിരിക്കുന്ന ഞാൻ വിചാരിച്ചു. ആലോചിച്ച് എങ്ങനെ ഇവളുമാർ ഇത്ര വെളുക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായി. പൊട്ടിയില്ലെങ്കിൽ തീർന്നു. അപ്പൊ ഗിസേലിന് അതെ, നാളെ ജിസേലിന്റെ അവസ്ഥ കാണണം. അതിന് കാണാൻ കൊള്ളാവുന്ന നമ്മളെ വെച്ച് മാത്രമേ ഉള്ളൂ വൃത്തി. അവക്കങ്ങ് ഭയങ്കര ആരാധകന്മാര് കൂടിയല്ല. അത്ര സൗന്ദര്യല്ലേടി, അത് ഓൾറെഡി കൂടുതലല്ലോ. ഇന്നൊരു വലിയ കമ്മലൊക്കെ ഇട്ടോണ്ടിരിക്കുന്നു. അതെ അതെ, മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവന് ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവള് ഡ്രസ്സൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. അതൊരു ഭയങ്കര മോശമായി പോയി. ഇത്രയും നാളെ ഷോർട്സ് ഒക്കെ ഇട്ട്. അതെ, അത് അങ്ങനെ അല്ലല്ലോ, അത് തോന്നിയാസല്ലേ കാണിച്ച്. ഒരു കൊച്ചിന്റെ കംഫർട്ട് മാറിയില്ലേ. അവൾക്ക് ആ വിഷമ മുഖത്ത് ഉണ്ടായിരുന്നു ഇന്ന് അവളെ കണ്ടപ്പോ. ഈ പോക്ക് ബിഗ് ബോസ് കഴിയുമ്പോ വിശ ആ വഴിക്ക് പോകുന്ന ഞാൻ കൂടോത്രം ചെയ്യും. രണ്ടുകൂടെ അവക്കും ഇല്ലേടാ ഓരോരോ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും. അത് തന്നെ എല്ലാരും പറയുന്നത്. അവന് വലിയ ആഗ്രഹങ്ങള് എന്തോ ചെയ്യാന്ന്. ഏതോ ഒരു സാപത്തന്തി. ബാക്കി നാളെ നമുക്ക് റിവ്യൂ നോക്കാം.